മോദി മന്ത്രിസഭയുടെ മൂന്നാം മോദി മന്ത്രിസഭയുടെ ഒന്നാമത്തെ ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണല്ലോ. അതായത് 2024-25 വർഷത്തിലേക്കുള്ള ബഡ്ജറ്റ്. ഇന്ത്യൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നിർമ്മല സീതാരാമൻ, നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി, പറഞ്ഞിരുന്നു ഫുൾ ബഡ്ജറ്റുമായിട്ട് ജൂലൈ മാസത്തിൽ ഞാൻ വരുമെന്ന്. അപ്പോൾ എന്തായാലും പറഞ്ഞതുപോലെ തന്നെ ജൂലൈ മാസത്തിൽ 23-ാം തീയതി നിർമ്മല സീതാരാമൻ തന്നെ പുതിയ ബഡ്ജറ്റുമായി 2024-25 ഫുൾ ബഡ്ജറ്റ്, പൂർണ്ണ ബഡ്ജറ്റുമായിട്ട് വരികയാണ്. അപ്പോൾ ആ പൂർണ്ണ ബഡ്ജറ്റിൽ കേരളത്തിലേക്ക് എന്തൊക്കെ അത്യാവശ്യമായിട്ട് ചോദിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ തലത്തിലും നടത്തി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ള നിർദ്ദേശങ്ങൾ നമുക്കൊക്കെ കാണുമല്ലോ. ഞാൻ അങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ എഴുതി നിർമ്മല സീതാരാമന് മെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാഡം കണ്ടോ എന്നറിഞ്ഞുകൂടെ, എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. കണ്ടിരിക്കാം, കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ധനമന്ത്രിയുടെ വെബ്സൈറ്റിലേക്കാണ് ഞാനത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കാണുമെന്നും അതിൽ ഒരു പക്ഷേ പ്രതികരിക്കുമെന്നും തന്നെ, അതായത് ബജറ്റിൽ പ്രതികരിച്ച് കിട്ടിയാൽ മതി. എനിക്ക് റിപ്ലൈ ചെയ്യാൻ എനിക്കറിയാം ഒരു ധനമന്ത്രി എന്ന് പറയുമ്പോൾ എത്ര ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. അതുകൊണ്ട് ആ പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ബജറ്റിൽ അതിൻ്റെ പ്രതികരണം ഉണ്ടായി കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് മോഹമുണ്ട്. അപ്പം ഞാൻ എന്തൊക്കെയാണ് ആ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ കേരളത്തിന് ഇപ്പോൾ എന്താണ് വേണ്ടത് ഈ ബജറ്റിൽ, അല്ലെങ്കിൽ ഈ കേന്ദ്ര ബജറ്റിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോൾ ഊന്നി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ അടുത്ത് സീനിയർ സിറ്റിസൺസ്, നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ 60 കഴിഞ്ഞവർ 7% പോപ്പുലേഷൻ്റെ. ഇന്ത്യയുടെ പോപ്പുലേഷൻ തന്നെ ലോകത്തെ ഒന്നാമത്തെ പോപ്പുലേഷനാണ്. 144,17,00,000 ഇപ്പോൾ. ഈ പോപ്പുലേഷൻ്റെ 7% പേരാണ് 60 കഴിഞ്ഞവർ ഇന്ത്യയിൽ. അതേ സമയത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ അത് 17% ഈ 60 കഴിഞ്ഞവരുടെ പോപ്പുലേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സീനിയർ സിറ്റിസൺസ്, അവരുടെ ക്ഷേമം വളരെ പ്രധാനമാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിലും ഗവൺമെൻറ് ഓഫ് കേരളയെ സംബന്ധിച്ചാണെങ്കിലും. അപ്പോൾ പല സീനിയർ സിറ്റിസൺസ്, എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളവർ തന്നെ എന്നെ വിളിക്കുമ്പോൾ ഈ നിർദ്ദേശങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഫാമിലി പെൻഷൻ ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കി തരാൻ ആവശ്യപ്പെടുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ചോദിക്കുമ്പോൾ, സാധാരണ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുന്നത് ഒരു ബേസ് ലെവലിന് മുകളിൽ ഇൻകം ഉള്ളവരാണ്. അപ്പോൾ ഫാമിലി പെൻഷൻ ആണെങ്കിലും നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അതിന് മുകളിൽ എത്തുകയാണെങ്കിൽ നികുതി കൊടുക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പം അതായത് ഒന്നുകിൽ ഹസ്ബൻഡ് മാത്രമേ കാണൂ, വൈഫ് മരിച്ചു കാണും. അപ്പോൾ വൈഫിന് കിട്ടിക്കൊണ്ടിരുന്ന ആ പെൻഷനും കൂടി ചേർത്താണ്, അതിൻ്റെ ഒരു ഇത് എന്ന രീതിയിലാണ് ഫാമിലി. അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചു പോയപ്പോൾ വൈഫിന് കിട്ടുന്നു, ഹസ്ബൻഡിൻ്റെ പേരിലുള്ള അങ്ങനെയാണ് ഫാമിലി പെൻഷൻ കിട്ടുന്നത്. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞ് ആ ആളുടെ പേരിൽ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കിട്ടുന്ന ആ പെൻഷൻ, അത് നാമമാത്രമായ പെൻഷനാണ്. അവർക്ക് നേരത്തെ തന്നെ പെൻഷൻ ഉണ്ടായിരുന്നിരിക്കാം, പെൻഷനായിരുന്നിരിക്കാം. ആ പെൻഷനോടുകൂടി ഈ കിട്ടുന്ന ഫാമിലി പെൻഷനും കൂടെ കൂട്ടിച്ചേർത്താൽ അവർ പറയുകയാണ്, സാധാരണ രീതിയിൽ ഒരു സെറ്റിൽ ചെയ്ത ജീവിത മാതൃക അവർക്കൊക്കെ കാണുമല്ലോ. അങ്ങനെ ഒരു മാതൃക, ആ ഒരു ജീവിത രീതി, ഒരു പാറ്റേൺ ഓഫ് ലൈഫ് ഉണ്ട്. അതിന് ഏകദേശം ഇത്ര ചെലവുകൾ, അതൊക്കെ പെട്ടെന്ന് വെട്ടിക്കുറയ്ക്കാൻ പറ്റുന്ന ചെലവുകളല്ല. ഒരാൾ മരിച്ചു പോയാൽ ആ ആളുടെ ആഹാരവും മറ്റു സാധനങ്ങളൊക്കെ വെട്ടിക്കുറച്ചു, ശരി. പക്ഷേ ആ വീടുമായി ചുറ്റിപ്പറ്റി വരുന്ന മറ്റ് ചെലവുകൾ, അതൊന്നും തന്നെ വെട്ടിക്കുറച്ച് കളയാൻ പറ്റില്ല ഒരു മെമ്പറുടെ അസാന്നിധ്യം മൂലം കൊണ്ട് മാത്രം. അപ്പം ആ സ്ഥിര ചെലവുകളെല്ലാം അതുപോലെ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫാമിലി പെൻഷനും കൂടി ചേർന്ന്, അതായത് ഒരാളുടെ പെൻഷൻ നിന്നുപോയല്ലോ, ആ സാഹചര്യത്തിൽ അദ്ദേഹം വഴിയായി അല്ലെങ്കിൽ ആ ശ്രീമതി വഴിയായിട്ട് കുടുംബത്തിലേക്ക് വരുന്ന ഫാമിലി പെൻഷനും കൂടി ചേർത്താൽ മാത്രമേ ഈ വലിയ ചെലവ്, അതായത് അവരുടെ ആ സ്ഥിര ചെലവിൻ്റെ ആ രീതിയിൽ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിത്തീരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പലരും ആവശ്യപ്പെട്ടത് ഫാമിലി പെൻഷൻ ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്ത് തരാനുള്ള ഒരു പ്രശ്നം ഒന്ന് ഉന്നയിക്കാമോ കേന്ദ്രമന്ത്രിയുടെ മുൻപിലും എന്ന്. കേന്ദ്രമന്ത്രിയുടെ മുൻപിലാണ്, കാരണം ഇൻകം ടാക്സ് കേന്ദ്രം പിരിക്കുന്നതാണ്. ഡയറക്റ്റ് ടാക്സസ് ഒക്കെ കേന്ദ്രമാണ്. കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ആണെങ്കിലും പേഴ്സണൽ ഇൻകം ടാക്സ് ആണെങ്കിലും
പിരിച്ചെടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. എന്നിട്ടത് ഫിനാൻസ് കമ്മീഷൻ വഴി സെൻട്രൽ ടാക്സ് പൂളിൽ ഇട്ടിട്ട് അത് ഫിനാൻസ് കമ്മീഷൻ വഴിയാണ് സംസ്ഥാനങ്ങളിലേക്ക് നോംസ് അനുസരിച്ച്, മാനദണ്ഡങ്ങൾ അനുസരിച്ച് നൽകുന്നത്. അപ്പം അത് കാരണം കൊണ്ട് അത് കേന്ദ്രമന്ത്രിയോട് ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുത്ത നിർദ്ദേശങ്ങളിൽ, കേന്ദ്രമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ആദ്യത്തേത് ഈ ഫാമിലി പെൻഷൻ ഇൻകം ടാക്സിൽ നിന്ന് മാറ്റി നിർത്തുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ. പിന്നെ രണ്ടാമത്, ഞാൻ എപ്പോഴും എന്നെ വളരെയധികം അലട്ടാറുള്ള മറ്റൊരു പ്രശ്നമാണ്. എന്നെ അലട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ബാലസോർ ട്രെയിൻ ആക്സിഡൻറ്റ് ഓർമ്മിക്കുന്നുണ്ട്. 2023 അത് കഴിഞ്ഞപ്പോൾ ഈ അടുത്ത ഡാർജിലിങ്ങിലുണ്ടായ ട്രെയിൻ ആക്സിഡൻറ്റും ലോക്കോ പൈലറ്റ് ഇല്ലാതെ തന്നെ എത്രയോ കിലോമീറ്റർ ട്രെയിൻ ഓടിയ, അതായത് ഗുഡ്സ് ട്രെയിൻ ഓടിയ ചരിത്രം നമുക്ക് അറിയാം. ഈ 23-നും 24-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ്. അതുപോലെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ടാണ് ഗുഡ്സ് ട്രെയിൻ ട്രാജഡി ആണെങ്കിലും അല്ലാത്ത പാസഞ്ചർ ട്രെയിൻ ട്രാജഡി ആണെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം തീർച്ചയായിട്ടും കാണണം. ഇതിൻ്റെയൊക്കെ കാരണമായിട്ട് ഞാൻ കാണുന്നത് ഇപ്പോൾ, അതായത് ഈ ട്രാജഡികൾ ഇതൊക്കെ ഇത്രയധികം പെരുകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, റെയിൽവേ സ്റ്റേഷനിൽ അതായത് സാധാരണക്കാർക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിലുള്ള തിക്കും തിരക്കും. എന്തുകൊണ്ടാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഇത്രയധികം തിക്കും തിരക്കും വരുന്നത്? കാരണം അതായത് എല്ലാ സർക്കാരുകൾക്കും ജനങ്ങളെ എങ്ങനെ പിഴിയാം, അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു സർക്കാരിനും അജണ്ടയിലില്ല. എങ്ങനെ അവരെ പിഴിഞ്ഞെടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്ത്യൻ റെയിൽവേയിൽ ഈ അടുത്ത കാലത്ത്, ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംഭവിച്ച മാറ്റം എന്താണെന്ന് വെച്ചാൽ, ജനറൽ കമ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം കുറച്ച് AC സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആവശ്യമുണ്ടവൻ AC-യിൽ യാത്ര ചെയ്യട്ടെ, അവന് സൗകര്യം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല. സർക്കാരിലേക്ക് പണം പോരട്ടെ, അതായത് പ്രത്യേക സൗകര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെയാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റ്, അതായത് സ്വല്പം മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിനെ AC കമ്പാർട്ട്മെൻറ്റാക്കി മാറ്റുന്നു, സ്ലീപ്പർ കോച്ചുകളാക്കി മാറ്റുന്നു. അങ്ങനെ മാറ്റി കഴിഞ്ഞിട്ട് വലിയ വർധനവാണ് അപ്പോഴേക്കും ടിക്കറ്റ് ഫെയറിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നിവൃത്തികെട്ട മനുഷ്യൻ എന്ത് ചെയ്യും? കാണം വിറ്റ് ഓണം ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ എങ്ങനെയാണെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് ഡൽഹി പോകണം അല്ലെങ്കിൽ ബോംബെ പോകണം. അപ്പോൾ പോകാതെ നിവൃത്തിയില്ല. അപ്പോൾ അത് കാരണം കിട്ടുന്ന ടിക്കറ്റ് ഏതോ അത് വാങ്ങിക്കും. അപ്പോൾ അവർക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ ടിക്കറ്റ് മതി, പക്ഷെ അത് കിട്ടാനില്ല, അത് വളരെ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും? അവർ AC-യിലോ അല്ലെങ്കിൽ സ്ലീപ്പറിലോ കയറും. അപ്പോൾ വലിയ ഭീമമായ ചിലവാണ് അവർക്ക് വരുന്നത്. അങ്ങനെ മനഃപൂർവ്വമായിട്ട്, ഈ മനഃപൂർവ്വം എങ്ങനെ വന്നു എന്നും കൂടി ഞാൻ പറയാം. അതായത് വിവേക് ദബ്രോയ് കമ്മിറ്റി, BJP ഗവൺമെൻറ് വന്നപ്പോൾ 2014 തന്നെ അപ്പോയിൻ്റ് ചെയ്ത ഒരു കമ്മിറ്റിയാണ് വിവേക് ദബ്രോയ് കമ്മിറ്റി. ആ വിവേക് ദബ്രോയ് ഇപ്പോഴും പ്രൈം മിനിസ്റ്റേഴ്സ് അഡ്വൈസറി ഗ്രൂപ്പിലുണ്ട്, അതിൻ്റെ തലപ്പത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വിവേക് ദബ്രോയ് കമ്മിറ്റി വന്നപ്പോഴാണ് റെയിൽവേയെ കൂടുതൽ ലാഭകരമാക്കി തീർക്കാൻ കുറേ നിർദ്ദേശങ്ങൾ, റെയിൽവേ ബജറ്റ് നിർത്തിക്കളഞ്ഞു. നെക്സ്റ്റ് ഇയറിൽ മുതൽ റെയിൽവേ ബജറ്റ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ അതിന് മുൻപുണ്ടായിരുന്ന കമ്മിറ്റി, UPA ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്തുണ്ടായിരുന്ന ഒരു കാക്കോദ്കർ കമ്മിറ്റി, മമതാ ബാനർജി റെയിൽ മന്ത്രി ആയിരുന്നപ്പോൾ, കേന്ദ്ര റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ അപ്പോയിൻ്റ് ചെയ്ത കാക്കോദ്കർ കമ്മിറ്റി. ആ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്ന ഒരുപാട് പരിഷ്കരണങ്ങളാണ് റെയിൽവേക്ക് വേണ്ടി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. കാരണം ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന പൊതുമേഖലാ സ്ഥാപനമാണ്. ആ പൊതുമേഖലാ സ്ഥാപനമാണ് ഇപ്പോൾ ഇങ്ങനെ കുത്തഴിഞ്ഞ് കിടക്കുന്നത്. അങ്ങനെ കുത്തഴിഞ്ഞ് കിടക്കുന്നു. അതിൻ്റെ ബജറ്റ് നിർത്തലാക്കി എന്ന് മാത്രമല്ല, കാക്കോദ്കർ കമ്മിറ്റി പറഞ്ഞിരുന്നത് ഇൻ്റർനാഷണൽ തലത്തിലുള്ള സിഗ്നലിംഗ് സമ്പ്രദായം കൊണ്ടുവരണം, റെയിൽവേ ലൈനുകളുടെ വളവുകൾ നിവർത്തണം, അങ്ങനെ ഒരുപാട് പരിഷ്കാരങ്ങൾ പറഞ്ഞിരുന്നു. ആ പരിഷ്കാരങ്ങൾക്ക് ഒന്നും പ്രാധാന്യം കൊടുക്കാതെയാണ് വിവേക് ദബ്രോയ് കമ്മിറ്റി ഈ റെയിൽവേ ക്യാൻറ്റീൻ നിർത്തലാക്കുക, നല്ല ഒന്നാന്തരം ഭക്ഷണം റെയിൽവേ പാൻട്രി കാറിൽ നിന്ന് ഉണ്ടാക്കി നൽകിയിരുന്നത്, അതും മിതമായ വിലയ്ക്ക് നൽകിയിരുന്നത് ഇപ്പം കോൺട്രാക്റ്റ് ബേസിസിലാണ്. അതുകൊണ്ട് വലിയ രോഗങ്ങളും ഒക്കെ പിടിപെടുകയാണ്, വയറിളക്കവും ഛർദിയൊക്കെ പിടിപെടുകയാണ് യാത്ര ചെയ്യുന്നവർക്ക് റെയിൽവേയിൽ. അങ്ങനെ പുറത്തു നിന്നുള്ള ഫുഡ് കഴിക്കുന്നത്, അതും വലിയ ചിലവാണ്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ജനങ്ങളെ പിഴിയുന്ന റെയിൽവേ സിസ്റ്റമായി ഇന്ത്യയുടെ റെയിൽവേ സിസ്റ്റം മാറി. അത് മാത്രവുമല്ല, ബാലസോർ അപകടം, 1295 പേരോ മറ്റും മരിച്ച ബാലസോർ അപകടം, അത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ അടുത്ത നാളിൽ ഡാർജിലിംഗ് അപകടം, അവിടെയും മരിച്ചു 100 കണക്കിന് ആളുകൾ, ഒരുപാട് പേർ അംഗവൈകല്യപ്പെട്ടവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ
േക്ക് റെയിൽവേയെ തള്ളിക്കൊണ്ടുപോയി എന്ന് മാത്രവുമല്ല, അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ലോക്കോ പൈലറ്റുമാർ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. 16,000-ലധികം ലോക്കോ പൈലറ്റുമാരുടെ വേക്കൻസിയാണ് കിടക്കുന്നത് ഫില്ല് ചെയ്യാതെ. അതുപോലെ 3.5 ലക്ഷത്തോളം വേക്കൻസിയാണ് ആകെ റെയിൽവേയിൽ ഫില്ല് ചെയ്യാതെ കിടക്കുന്നത്. അതേസമയത്ത് അൺഎംപ്ലോയ്മെൻറ്റ് കൊണ്ട് പൊറുതി മുട്ടുകയാണ് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ, തൊഴിലില്ലായ്മ കൊണ്ട്. അങ്ങനെ തൊഴിലില്ലായ്മ നിൽക്കുമ്പോഴാണ് റെയിൽവേയിലെ ഈ വേക്കൻസീസ് ഒന്നും ഫില്ല് ചെയ്യാത്തത്. അവരെല്ലാം ഓവർ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഓവർ വർക്ക് ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ ഉറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ അവൻ്റെ കാര്യക്ഷമത കുറയുന്നു. ഓവർ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കാര്യക്ഷമത കുറയും. ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പം ഇതിന് ഒരു പരിഹാരം കാണാനായിട്ട് റെയിൽവേയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണം. വേക്കൻസീസൊക്കെ ഫില്ല് ചെയ്യാനുള്ള നയപരിപാടികൾ കൊണ്ടുവരണം. അതുപോലെ കേരളത്തിലേക്ക് കൂടുതൽ ജനറൽ കോച്ചുകൾ അനുവദിക്കണം. കൂടുതൽ ട്രെയിനുകൾ വരണം. കൂടുതൽ ജനറൽ കോച്ചുകൾ അനുവദിക്കുകയും ചെയ്യണം. കാരണം ഇവിടെ സാധാരണക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസവും കമ്മ്യൂട്ട് ചെയ്യുന്ന ധാരാളം യാത്രക്കാരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് മാത്രമല്ല, റെയിൽവേ കേരളത്തെ അവഗണിക്കേണ്ട ഒരു കാര്യമല്ല. കേരളീയൻ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുമുണ്ട്. റെയിൽവേക്ക് ഏറ്റവും അധികം പണം ടിക്കറ്റ് വഴിയായിട്ട് കൊടുക്കുന്ന ഒരു സംസ്ഥാനം, കള്ളയാത്ര ചെയ്യാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അതേസമയത്ത് നമുക്കറിയാം, ഇവിടെ കള്ളയാത്ര പിടിക്കുന്നതൊക്കെ തന്നെ നോർത്തിൽ നിന്ന് വരുന്നവരാണ്. മലയാളികളെയല്ല കള്ളയാത്രയ്ക്ക് പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റെയിൽവേക്ക് നല്ല രീതിയിൽ റവന്യൂ കൊടുക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അപ്പോൾ കേരളത്തിന് തീർച്ചയായിട്ടും ഉയർന്ന പരിഗണന കിട്ടണം. ജനറൽ ബജറ്റിൽ റെയിൽവേക്ക് പ്രാധാന്യം കൊടുക്കണം. ഈ വേക്കൻസീസൊക്കെ ഫില്ല് ചെയ്യാനുള്ള പരിപാടി വേണം. ലോക്കോ പൈലറ്റ്സിൻ്റെ വേക്കൻസീസ് ഫില്ല് ചെയ്യണം. അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് വേണ്ട ജനറൽ കമ്പാർട്ട്മെൻറ്റ്സ് എണ്ണം ഒരുപാട് വർദ്ധിപ്പിക്കണം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട റിക്വസ്റ്റ് ഉള്ളത്, തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. പക്ഷേ ആ അതിരൂക്ഷമായ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം അഗ്നിവീർ പദ്ധതിയല്ല. അഗ്നിവീർ പദ്ധതിയിൽ നമുക്കറിയാം 2 മുതൽ 4 വർഷം വരെ അങ്ങേയറ്റം ജോലി, എന്നിട്ട് അതിൽ നിന്ന് സിലക്റ്റഡ് ആയിട്ടുള്ള വളരെ മികവുള്ളവർ ആയിരിക്കാം ഒരുപക്ഷെ ഈ സിലക്റ്റഡ് എന്ന് പറയുന്നത്. കുറച്ച് പേർക്ക് മാത്രം ഒരു പക്ഷേ പ്രൊമോഷൻ, അതായത് വീണ്ടും അവിടെ തന്നെ ആ സേവനത്തിൽ തന്നെ തുടരാനുള്ള അവസരം കൊടുക്കും. ബാക്കിയുള്ളവരൊക്കെ പിരിഞ്ഞു പോകേണ്ടി വരും. അപ്പം ഇത് നിർത്തലാക്കണം. കാരണം ഇത് നിർത്തലാക്കണമെന്ന് രാഷ്ട്രീയ ചായ്വോടുകൂടി അല്ല ഞാൻ പറയുന്നത്, തൊഴിലാളിയുടെ ഭാഗത്തു നിന്നാണ് ഞാൻ പറയുന്നത്. 2, 3, 4 വർഷം തൊഴിൽ കഴിഞ്ഞ് ആ തൊഴിൽ കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നൊരു തൊഴിൽ തേടിപ്പിടിക്കണം. തേടിപ്പിടിക്കാനുള്ള സാധ്യതകൾ വളരെ ചുരുങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അഗ്നിവീർ പദ്ധതി പാടെ ഉപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നത്? അഗ്നിവീർ പോലെ അഗ്നിവീർമാരെ എടുക്കുന്നുവെങ്കിൽ അവർക്ക് സ്ഥിര നിയമനമായിരിക്കണം നൽകുന്നത്. ഇതുപോലെ ഷോർട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ പാടില്ല. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ പിരിഞ്ഞു പോന്നോട്ടെ, വോളണ്ടറി റിട്ടയർമെൻറ്റ് അവരെടുത്ത് പോന്നോട്ടെ. അല്ലാതെ അവർ പിരിഞ്ഞു പോകണമെന്ന രീതിയിൽ അവരെ റിക്രൂട്ട് ചെയ്യണത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ, ലോക തൊഴിലാളി സംഘടനയുടെ നോംസിന് വിരുദ്ധമാണ്. അപ്പം നോംസിന് വിരുദ്ധമായ നമുക്ക് എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. കാരണം 2000-ലെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ കൺവെൻഷൻ അനുസരിച്ച് പറയുന്ന 4 കണ്ടീഷൻസ് ഉണ്ട് മാന്യമായ തൊഴിലിന്. എന്താണ് ആ 4 കണ്ടീഷൻസ്? 1, നല്ല മാന്യമായ വേതനം. 2, ജോലിയിൽ സ്ഥിരത. അതാണ് ഇവിടെ ഹനിക്കപ്പെടുന്നത്, ജോലിയിൽ സ്ഥിരത. 3, അവർക്ക് യൂണിയനൈസ് ചെയ്യാൻ, ഡയലോഗിന്, അതായത് അവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഡയലോഗ്, മാനേജ്മെൻറ്റുമായിട്ട് ഡയലോഗ് നടത്താൻ, ഒരു പക്ഷേ യൂണിയനൈസ് ചെയ്യാൻ, യൂണിയൻ ഫോം ചെയ്യാനുള്ള അവകാശം. അത് തൊഴിലാളികളുടെ അവകാശമാണ്. പരിധി വിട്ടു പോകാതെ സൂക്ഷിച്ചാൽ മതി, കേരളത്തിലെ പോലെ. അപ്പോൾ 4-മത്തത് എന്താണ്? സോഷ്യൽ സെക്യൂരിറ്റി അഥവാ പെൻഷൻ, ആയുഷ്കാല സംരക്ഷണം അവർക്ക് ഉറപ്പുവരുത്തണം. അപ്പോൾ ഈ 4 കണ്ടീഷൻസ് ഞാൻ ഒരിക്കലൂടെ അത് പറയട്ടെ. 4 കണ്ടീഷൻസ്: 1, മാന്യമായ വേതനം. 2, തൊഴിൽ സ്ഥിരത. 3, ഡയലോഗ്. 4, സോഷ്യൽ സെക്യൂരിറ്റി അഥവാ പെൻഷൻ സിസ്റ്റം. ഈ 4 കണ്ടീഷൻസും തൃപ്തിപ്പെടുത്തുന്ന തൊഴിൽ മാത്രമാണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ കണ്ണിൽ മാന്യമായ തൊഴിൽ. അപ്പോൾ ഈ അഗ്നിവീർ എന്നുള്ളത് അതുകൊണ്ട് തന്നെ മാന്യമായ തൊഴിൽ അല്ല. എന്തുകൊണ്ടാണ്? 2 to 3, 4 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അവരെ പിരിച്ചുവിടുന്നു. 2 വർഷം കൊണ്ട് പിരിച്ചുവിടാം, 3 വർഷം കൊണ്ടാകാം, 4 വർഷം കൊണ്ടാകാം, അങ്ങനെ പിരിച്ചുവിടുന്നു.
അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് സംഭവിക്കുന്നു? തൊഴിൽ കിട്ടിയേക്കാം, കിട്ടാതിരുന്നേക്കാം. എന്തായാലും അത് തെറ്റായ രീതിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ ഇത്ര മുറുകെ പിടിച്ച് ഞാൻ സംസാരിക്കുന്നത്? ഈ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഈ മാന്യമായ തൊഴിലിൻ്റെ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നത് 2000-ലെ കൺവെൻഷനിലാണ്. ആ കൺവെൻഷനിൽ 2010-ലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ അംഗീകരിച്ച അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങൾ പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഇന്ത്യയിൽ ഇതുവരെ ആ മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കത്തക്ക, അതായത് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് തന്നെ ഈ മാനദണ്ഡത്തിലേക്കുള്ള ഒരു ചെറിയ ചുവടുവയ്പ്പായിരുന്നു. എങ്ങനെയാണ് ചുവടുവയ്പ്പ്? അതായത് സാധാരണ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ കുറഞ്ഞ ഡെയിലി വേജസ് ആണ് തൊഴിലാളികൾക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ 180 രൂപ ആദ്യം ഫിക്സ് ചെയ്തത് കൊണ്ടുവന്നപ്പോൾ തന്നെ അതിനേക്കാൾ താഴെയാണ് അവിടെ ലോക്കൽ വേജസ്. അപ്പോൾ അങ്ങനെ ആ വേജ് കുറഞ്ഞ പക്ഷം 180 രൂപയിലെങ്കിലും ഫിക്സ് ചെയ്യുക, അത് ഉദ്ദേശിച്ചാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. പിന്നെ അത് കോവിഡ് ആയപ്പോഴത്തേനും 330 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ ഈ 330 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ നാം ഓർക്കേണ്ടത് കേരളത്തിൽ 1100, 1200, 1400 വരെയുണ്ട് ഒരു ദിവസത്തെ ഡെയിലി പണികൾക്കെന്നാണ്. പക്ഷെ അന്നേരം കേരളത്തിലും ഈ 4 മാനദണ്ഡങ്ങളും പാലിക്കുന്നില്ല. ഹൈ വേജ് കൊടുക്കുന്നുണ്ട്, മാന്യമായ വേതനം കൊടുക്കുന്നുണ്ട്, പക്ഷേ ജോബ് സെക്യൂരിറ്റി ഇല്ല. അതുപോലെ തന്നെ മറ്റ് ഡയലോഗും മറ്റു മാനദണ്ഡങ്ങളൊക്കെ ഇവിടെയും ഹനിക്കപ്പെടുന്നു. ഓൾ ഇന്ത്യ തലത്തിൽ 4 മാനദണ്ഡങ്ങളും ഹനിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് അഗ്നിവീർ പദ്ധതി അല്ല വേണ്ടത്. അഥവാ അഗ്നിവീർ പദ്ധതി തന്നെ മുൻപോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പിരിച്ചുവിടുക 2, 3, 4 വർഷം കഴിയുമ്പോൾ പിരിച്ചുവിടുക എന്നുള്ളതിന് മാറ്റം വരുത്തണം എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ ILOയുടെ മാനദണ്ഡങ്ങൾ അവഗണിക്കുന്നു, അല്ലെങ്കിൽ അതിന് നമ്മളും സൈൻ ചെയ്തവരാണ്, പക്ഷെ അത് തിരസ്കരിച്ച് കളയുന്നു. പാടില്ല. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഒരു നല്ല പുതിയ തലമുറയെ നാം പ്രതീക്ഷിക്കേണ്ടു. കാരണം പുതിയ തലമുറ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ മുതൽ ആരോഗ്യ പരിരക്ഷണം, അത് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം, ഇതൊക്കെ വേണം. ഈ ആരോഗ്യ പരിരക്ഷണവും വിദ്യാഭ്യാസവും ഒക്കെ നല്ല നിലവാരത്തിൽ കൊടുക്കാൻ പറ്റണമെങ്കിൽ തൊഴിൽ മാന്യമായിരിക്കണം. അച്ഛനും അമ്മയ്ക്കും മാന്യമായ തൊഴിൽ ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരാനും നല്ലൊരു ഇന്ത്യക്ക് നല്ല ഒരു തലമുറയുടെ ഭാവി സൃഷ്ടിക്കാനും കഴിയുകയുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന മറ്റൊന്ന്. ഇനി വേറൊന്ന് പറഞ്ഞിരിക്കുന്നത്, പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTക്കകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അത് ഒരു പക്ഷേ ഒരു സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ് പോലും അംഗീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രം, നമുക്കറിയാം ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയുടെ പ്രത്യേകത എന്താണെന്ന്. അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം, അത് പ്രത്യേകിച്ച് വർധനവാണെങ്കിൽ അതിനേക്കാൾ ഉയർന്ന വർധനവ് വളരെ പെട്ടെന്ന് രേഖപ്പെടുത്തപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. കാരണം നമുക്ക് ആവശ്യമുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 80% ഇപ്പോഴും ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പെട്രോളിയം വില, ഇപ്പോൾ യുക്രൈൻ വാർ വന്നപ്പോൾ നമുക്കറിയാം ഇവിടെ വിലക്കയറ്റം ഉണ്ടായി. കോവിഡ് വന്നപ്പോൾ അപ്പോഴും ഇവിടെ വിലക്കയറ്റം ഉണ്ടായി. അപ്പോൾ അന്താരാഷ്ട്ര ട്രാൻസ്പോർട്ടേഷൻ, അത് യുക്രൈൻ വാറിൻ്റെ കാര്യത്തിൽ അത് തന്നെയായിരുന്നു, കുറവായിരുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ, അതുകൊണ്ടൊക്കെ ഇവിടെ വിലക്കയറ്റം ഉണ്ടായി. അപ്പോൾ അങ്ങനെ വിലക്കയറ്റം ഉണ്ടാകുന്ന ഒന്ന് അത് സാധാരണക്കാരെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില അന്താരാഷ്ട്ര വിപണിയിൽ വർദ്ധിച്ചാൽ അത് ഇന്ത്യയിൽ വർദ്ധിക്കുന്നു. ഇന്ത്യയിൽ വർദ്ധിച്ചാൽ ഉടനെ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ എല്ലാ സാധനങ്ങളുടെയും ട്രാൻസ്പോർട്ടേഷനിലാണ്. അങ്ങനെ ആ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഉയരുന്നത് കൊണ്ട് തന്നെ വിലകൾ, ഉപഭോക്തൃ വിലകൾ ഉയരുന്നു. അതിൻ്റെ വിക്ടിംസായി രൂപപ്പെടുന്നത് സാധാരണക്കാരാണ്. പണക്കാരന് ഇതൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ സാധാരണക്കാരുടെ പോക്കറ്റാണ് ഇതൊക്കെ കൊണ്ട് കാലിയാക്കുന്നത്. അപ്പം എന്താണ് ഇത് GSTയിൽ കൊണ്ടുപോയാലുള്ള പ്രയോജനം? ഞാൻ പ്രത്യേകമായിട്ട് നിർമ്മല സീതാരാമൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇത് പാർത്ഥസാരഥി ഷോ, അതായത് ഇന്ത്യയിൽ മാത്രമല്ല ഇൻ്റർനാഷണൽ ലെവലിലും വളരെ അധികം ടാക്സ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മാന്യദേഹമാണ്. ലോകം മുഴുവൻ അറിയുന്ന, ആദരിക്കുന്ന ടാക്സ് എക്സ്പേർട്ടാണ് പാർത്ഥസാരഥി ഷോ. ഇദ്ദേഹം തന്നെയാണ് ഇന്ത്യയിലെ വാല്യൂ ആഡഡ് ടാക്സ്
ഇതിനെപ്പറ്റിയൊക്കെ പഠനം നടത്തി ക്രമേണ നമ്മൾ GSTയിലേക്ക് മാറണം എന്നുമൊക്കെ പിന്നെ വെച്ച കമ്മീഷൻ്റെ ഒക്കെ തലപ്പത്തുണ്ടായിരുന്നു ആൾ. പാർത്ഥസാരഥി ഷോമിൻ്റെ ഡെവലപ്മെൻറ്റ് ആൻഡ് ടാക്സേഷൻ ഈ പുസ്തകത്തിൻ്റെ 171 പേജിൽ ആ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ എന്ത് പറഞ്ഞാണെന്നറിയാമോ? ഇഫ് പെട്രോളിയം ഈസ് ഔട്ട് ഇറ്റ് ഈസ് നോട്ട് GST എന്ന് പറഞ്ഞാണ് അദ്ദേഹം. ഇഫ് പെട്രോളിയം ഈസ് ഔട്ട് ഇറ്റ് ഈസ് നോട്ട് GST. ഒരു നികുതി GST കൊണ്ടുവരികയാണോ അതിനകത്ത് അത്യാവശ്യമായിട്ടും പെട്രോളിയം നികുതി ഉൾപ്പെടുത്തിയിരിക്കണം. കാരണം പാർത്ഥസാരഥി ഷോമിന് അറിയാം, ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത്, ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതും 80% ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിച്ചു നിർത്താൻ കഴിയണമെങ്കിൽ അത് GSTക്ക് അകത്ത് ഉൾപ്പെടണം. ഇപ്പോൾ എന്താ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ചുരുക്കി പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് പാർത്ഥസാരഥി ഷോം അങ്ങനെ ആവശ്യപ്പെട്ടത് എന്ന്. അതായത് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര നികുതിയുണ്ട്, പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ കേന്ദ്രം ചാർത്തുന്ന നികുതിയുണ്ട്. കേന്ദ്രം ചാർത്തുന്ന നികുതിക്ക് മുകളിലാണ് കേന്ദ്രം ചാർത്തുന്ന സെസ് എന്ന് പറയുന്നതും നികുതിക്ക് മുകളിലുള്ള നികുതിയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നതുമാണ്. അതിൻ്റെ പർപ്പസ് എന്നൊക്കെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതായത് സെസ് ഈടാക്കിയാൽ ആ സെസ് കേന്ദ്രം തന്നെ ചെലവഴിച്ചുകൂടാ, സംസ്ഥാനങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നൊക്കെയുള്ള നിബന്ധനകളുണ്ട്. അതവിടെ ഇരിക്കട്ടെ. വീണ്ടും സർചാർജ്, അപ്പം നികുതി ഈടാക്കാം, അതിൻ്റെ മുകളിൽ സെസ് ഈടാക്കാം, അതിനു മുകളിൽ സർചാർജ് ഈടാക്കാം ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ കേന്ദ്രത്തിന് തന്നെ. ഇനി ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തേക്ക് എത്തുമ്പോഴോ സംസ്ഥാന ഗവൺമെൻറ്റിനും ഇത് മൂന്നും ഈടാക്കാം. അതായത് സംസ്ഥാനത്തിൻ്റെ നികുതിയുണ്ട്, സംസ്ഥാനത്തിൻ്റെ വക സെസ് ഉണ്ട്, സംസ്ഥാനത്തിൻ്റെ വക സർചാർജ് ഉണ്ട്. സംസ്ഥാനത്തിൻ്റെ വക സെസ്സിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. 2016-17 ബഡ്ജറ്റിൽ ഡോക്ടർ തോമസ് ഐസക്ക് കിഫ്ബി വഴി എടുക്കുന്ന കടം, ആ കടത്തിൻ്റെ പലിശയൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് അത് 1% സെസ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഏർപ്പെടുത്തി. 2016-17 ബഡ്ജറ്റിൽ 1% സെസ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഏർപ്പെടുത്തി. ആ സെസ് നേരെ പോകുന്നത് കിഫ്ബി അക്കൗണ്ടിലേക്കാണ്, ഖജനാവിലേക്കല്ല. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? സെസ് ഈടാക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണലായി തന്നെ. അതുപോലെ അധികാരമുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനും. അപ്പോൾ ഈ കേന്ദ്രവും സംസ്ഥാനവും കൂടി എന്ത് ചെയ്തു? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നികുതിയുണ്ട്, ആ നികുതിക്ക് മേൽ സെസ് ഉണ്ട്, അതുപോലെ തന്നെ സർചാർജുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സർചാർജും നികുതിയൊക്കെ ഈടാക്കുന്നത് നാഷണൽ ഹൈവേകളുടെ കൺസ്ട്രക്ഷനും ഒക്കെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആണ്. പക്ഷെ ശരിയാണ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വഹിക്കാൻ പറ്റുന്നത് എത്ര എന്നവർ നോക്കുന്നില്ല. അതാണ് മത്സരിച്ച് കേന്ദ്രവും സംസ്ഥാനങ്ങളും നികുതിയും സെസ്സും സർചാർജും ഒക്കെ ഈടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇന്ധനത്തിൽ ഇടുന്ന ഏത് നികുതിയും ഏത് സെസ്സും ഏത് സർചാർജും ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ അനുദിന ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങുന്നു. എങ്ങനെയാണ്? പെട്രോൾ, ഡീസൽ ഇവയൊക്കെ അടിക്കാതെ ഉൽപ്പന്നങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ പറ്റില്ല, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പറ്റത്തില്ല. നമുക്ക് സ്വന്തം വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ അതുവഴിയുള്ള ട്രാൻസ്പോർട്ടേഷൻ പറ്റില്ല. അപ്പോൾ അനുദിന ജീവിതത്തിലേക്കും അതുപോലെ നമ്മൾ വാങ്ങുന്ന എല്ലാ തരം വെജിറ്റബിൾസും പ്രൊവിഷൻസ് അതിൻ്റെ എല്ലാം വിലകളിലേക്ക് ഇത് നിഴലിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് വളരെ നിർണായകമായ ഒരു ടാക്സാണ്. ആ നിർണായകത്വം കൊണ്ടാണ് പാർത്ഥസാരഥി ഷോം പറഞ്ഞത് ഇഫ് പെട്രോളിയം ഈസ് ഔട്ട് GST ഇറ്റ് ഈസ് നോട്ട് GST. അതായത് പെട്രോളിയം പുറത്താണോ എങ്കിൽ അത് GST അല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇതേ വാചകം തന്നെ കോട്ട് ചെയ്താണ് ഞാൻ നിർമ്മല സീതാരാമന് ആ റിക്വസ്റ്റ് എത്രയും നേരത്തെ GSTയിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ കൊണ്ടുവരണം. എനിക്കറിയാം സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രവും ഇത് സമ്മതിക്കത്തില്ല. കാരണം ഇത് രണ്ട് കൂട്ടരുടെയും നല്ലൊരു മിൽക്കിംഗ് കൗവ, അതായത് പാൽ ചുരത്തുന്ന പശു. അപ്പോൾ അങ്ങനെ പാൽ ചുരത്തുന്ന പശുവിനെ ഇല്ലാതെയാക്കണമെന്ന് അവർ രണ്ട് കൂട്ടരും വിചാരിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നടന്നാൽ നല്ലത്, അതിന് നടത്തണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ പാർത്ഥസാരഥി ഷോമിനെ എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാവുന്നയാളാണ് നമ്മുടെ ധനമന്ത്രി. അപ്പോൾ അദ്ദേഹം ആ പറഞ്ഞിരിക്കുന്നത് അർത്ഥവത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതി. അത് തന്നെയല്ല, ഒരു കുടുംബിനി കൂടിയായ നിർമ്മല സീതാരാമന് ഇതിൻ്റെ പ്രസക്തി തീർച്ചയായിട്ടും മനസ്സിലാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ അങ്ങനെ ഒരു റിക്വസ്റ്റ് വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ നിർമ്മല സീതാരാമന് ഫോർവേഡ് ചെയ്തിരിക്കുന്ന നിർദ്ദേശം
MSP, അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ്, കാർഷിക മേഖലയ്ക്ക് നൽകുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ്, MS സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് 2024 24 ഉൽപ്പന്നങ്ങൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കാനുള്ള തീരുമാനമാകുന്നത്. ഈ 24 ഉൽപ്പന്നങ്ങളുടെ കൂട്ടത്തിൽ ഈ കേരളത്തിൽ നിന്ന് 2 ഉൽപ്പന്നങ്ങളെ ഇപ്പോഴുള്ളൂ. കേരളത്തിൽ എത്ര വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം, പക്ഷേ നമ്മുടെ സാധാരണ ഉൽപ്പാദന മേഖലയിലുള്ള കൊപ്രയും നെല്ലും മാത്രമാണ് ഈ സംഭരണ പട്ടികയിൽ ഉള്ളത്. കരിമ്പൊക്കെ സംഭരണ പട്ടികയിലുണ്ട്, പക്ഷേ കേരളത്തിൽ ഇപ്പോൾ കരിമ്പ് കൃഷി ഇല്ലാത്തത് കൊണ്ട് ആ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നില്ല എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് സംഭരണ വില കിട്ടാതെ പോകുന്നത്? കേരള സംസ്ഥാനം കേന്ദ്രത്തെ പഴിക്കുന്നു, പക്ഷേ കേന്ദ്രത്തെ പഴിച്ചിട്ട് കാര്യമില്ല. ഇവരെ സംഭരിച്ച വിലയുടെ എല്ലാ ഡീറ്റെയിൽസും CAGയും സമ്മതിച്ച് ആ സമ്മതപത്രം കേന്ദ്രത്തിൽ എത്തിയാൽ മാത്രമേ നമ്മൾ കൊടുത്ത പൈസ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നടക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും കേന്ദ്രത്തിൻ്റെ വിഹിതം കിട്ടാൻ താമസം വരുന്നത്. ഈ പറയപ്പെട്ട ഓഡിറ്റഡ് റിപ്പോർട്ട്, സംസ്ഥാനത്തിൻ്റെ ഓഡിറ്റഡ് റിപ്പോർട്ടും അതിനെ CAG ഓഡിറ്റ് ചെയ്ത ഓഡിറ്റഡ് റിപ്പോർട്ടും കേന്ദ്രത്തിലെത്തിയാൽ ഉടൻ നമുക്ക് ആ പണം കിട്ടും. സാധാരണ അങ്ങനെയാണ് കിട്ടാറുള്ളത്. അപ്പോൾ അങ്ങനെ കേരളത്തിലെ അമാന്തം കാരണം കൊണ്ട് അല്ലെങ്കിൽ കാര്യക്ഷമതയില്ലായ്മ, ഗവൺമെൻറ്റിൻ്റെയും വകുപ്പുകളുടെയും കാര്യക്ഷമതയില്ലായ്മ മൂലമാണ് ഈ ഓഡിറ്റഡ് റിപ്പോർട്ട് റെഡിയാകാതെ വരുന്നത്. പണം എടുത്ത് വകമാറ്റി ചിലവഴിക്കും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓഡിറ്റഡ് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുക? നെല്ല് സംഭരണത്തിന് പണം എടുത്താലല്ലേ നെല്ല് സംഭരിച്ചു എന്ന് പറഞ്ഞ് ഓഡിറ്റഡ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ ആ കാര്യം ചെയ്തില്ല, അതുകൊണ്ട് ഓഡിറ്റഡ് റിപ്പോർട്ടില്ല, അതുകൊണ്ട് കേന്ദ്രത്തിലേക്ക് അയക്കാൻ പറ്റുന്നില്ല, പണം കിട്ടുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഇപ്പോൾ നമുക്കിവിടെയുള്ളത് നാളികേരവും നെല്ലും മാത്രമാണ് സംഭരണ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ളത്. അപ്പം ഈ 24 ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നതിൻ്റെ കൂടെ കുറച്ചുകൂടി ഉൽപ്പന്നങ്ങൾ, അതായത് നമുക്കിപ്പോൾ കേരളത്തിന് ഒരു ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേണാണ്. നിരവധി തരം ക്രോപ്സാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ 24 ഉൽപ്പന്നങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഏത്തൻ അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള കുറേ ഉൽപ്പന്നങ്ങൾ ഒക്കെ നമ്മളിവിടെ സാധാരണ രീതിയിൽ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ. നമ്മളിവിടുന്ന് റബ്ബർ റിക്വസ്റ്റ് ചെയ്തിരുന്നു, പക്ഷേ റബ്ബർ ഇൻഡസ്ട്രിയൽ ക്രോപ്പാണ് എന്ന കാരണം കൊണ്ടാണ് ഈ സംവരണ പട്ടികയിൽ വരാത്തത്. അപ്പോൾ ഇവിടെയുള്ള മറ്റ് നിരവധി, അതായത് നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ കുറച്ചൊക്കെ വരത്തക്ക രീതിയിൽ, ഇതേ പ്രശ്നം മറ്റ് സംസ്ഥാനങ്ങൾക്ക്, പല സംസ്ഥാനങ്ങൾക്കും കാണും. ഇപ്പോൾ നെല്ല് സംഭരണത്തിൻ്റെ അഡ്വാൻറ്റേജ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പഞ്ചാബ്, ഹരിയാന, മധ്യപ്രദേശ് അങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങൾക്കാണ്. അപ്പം അങ്ങനെ നമ്മൾ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, അത് ഒരു ഫെഡറൽ സംവിധാനമാണ്. ഗവൺമെൻറ്റുകളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഈ 24 തരം ഉൽപ്പന്നങ്ങൾ എന്നുള്ളത് 40 ആക്കാം, 35 ആക്കാം. അങ്ങനെ എണ്ണം കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുറച്ച് ഉൽപ്പന്നങ്ങളും കൂടി വരും, കുറച്ച് കർഷകർക്ക് കൂടി താല്പര്യം വരും. കാർഷിക മേഖല തകർന്നു കഴിഞ്ഞാൽ ഏത് രാജ്യവും തകരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ MSP ലിസ്റ്റിലേക്ക് കൂടുതൽ ക്രോപ്പിനെ കൊണ്ടുവരണം എന്നുള്ളത്. അതുകൂടാതെ തന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് അത് നിയമപരമാകണം. അങ്ങനെ നിയമപരമാകുക മാത്രവുമല്ല, കോസ്റ്റ് ഓഫ് ലിവിങ് വർദ്ധിക്കുന്നതനുസരിച്ചും അതുപോലെ റോ മെറ്റീരിയൽസിൻ്റെ വില വർധനവിനനുസരിച്ചും ഈ MSP ലിഫ്റ്റ് ചെയ്യണം. ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ അല്ലെങ്കിൽ പെൻഷനേഴ്സിൻ്റെയൊക്കെ കോസ്റ്റ് ഓഫ് ലിവിങ് വർദ്ധിക്കുന്നതിനനുസരിച്ച് DA കൂട്ടി കൊടുക്കുന്നു. കാരണം അവർക്ക് അതിനനുസരിച്ച് ജീവിത നിലവാരവുമായിട്ട് ഒത്തുചേർന്ന് പോകാനായിട്ട്. അതുപോലെ തന്നെ കർഷകർക്കും കിട്ടണം. അതായത് റോ മെറ്റീരിയൽസിന് ഇപ്പോൾ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ വിലയൊക്കെ ഒരുപാട് ഉയർന്ന് നിൽക്കുകയാണ്. അതുപോലെ ഇറിഗേഷൻ, ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള റോ മെറ്റീരിയൽസിൻ്റെയൊക്കെ വില ഉയരുന്നതോടെ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ കൂടും. അപ്പോൾ അതിനനുസരിച്ച് ഈ MSPയിലും മാറ്റം വരണം. അങ്ങനെ അതായത് ഇതിന് നിയമസാധുത വരണം. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, കോസ്റ്റ് ഓഫ് ലിവിങ് ഒക്കെ ഉയരുന്നതിനനുസരിച്ച് MSPയിലും ലിഫ്റ്റ് ഉണ്ടാകണം. അതായത് നാമമാത്രമായിട്ട് 1 രൂപ വർധനവ്, 2 രൂപ വർധനവ് എന്നൊക്കെ പറയുന്നതല്ല വേണ്ടത്. കൃത്യമായിട്ടും കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സിൻ്റെ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ ഇൻഡെക്സിൻ്റെയും ബേസിസിൽ തന്നെ MSP വർദ്ധിപ്പിക്കണം. അതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന മറ്റൊരു അതായത് എന്നെ സംബന്ധിച്ച് പ്രധാന. പിന്നെ അതുപോലെ വേറൊന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഫാം എംപവർമെൻറ്റ് ഫണ്ട് രൂപീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഞാൻ ഫാം എംപവർമെൻറ്റ് ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്കും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ഒക്കെ ശമ്പള പരിഷ്കരണം വഴിയായിട്ടൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ
കാലാകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കും. കർഷകർക്ക് കൃഷി നഷ്ടപ്പെട്ടു പോയാലും ഒക്കെ തരാം എന്നൊക്കെ പറയും, കുറച്ചൊക്കെ കിട്ടും. പക്ഷെ അതൊന്നും അവർക്ക് വരുന്ന നഷ്ടത്തിന് ആനുപാതികമായിരിക്കത്തില്ല. കാർഷിക വായ്പകൾ എടുത്താൽ അത് തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വന്ന് ആത്മഹത്യ ചെയ്യുന്ന കർഷകരെ നമുക്കറിയാം. അപ്പോൾ അതൊന്ന് ഇളവ് ചെയ്തു കൊടുക്കുക. ഇങ്ങനെ ഒരുപാട്, അതുപോലെ ഉത്സവ കാലഘട്ടങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഒരു ഉത്സവ ബത്ത കൊടുക്കുക. സർക്കാർ ജീവനക്കാർക്ക്, കമ്പനികൾ, കോർപ്പറേറ്റുകളൊക്കെ അവരുടെ കോർപ്പറേറ്റ് ജീവനക്കാർക്കൊക്കെ അങ്ങനെ ഉത്സവ ബത്ത അങ്ങനെ പലതും കൊടുക്കാറുണ്ട്. അപ്പം ഈ കൃഷിയെ നമുക്ക് എങ്ങനെയാണ് സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റുക? കൃഷിയില്ലാതെ മനുഷ്യ ജീവിതമില്ല. അപ്പോൾ കൃഷിയെ എങ്ങനെയാണ് കൃഷിയെയും ഒരു വൈറ്റ് കോളർ ജോബാക്കി മാറ്റണം. ഇപ്പം പാലക്കാട് അല്ലെങ്കിൽ നല്ല കൃഷി മേഖലകളിലൊക്കെ ചെന്ന് നോക്കുക, 60 കഴിഞ്ഞവരാ കർഷകരായിട്ടുള്ളവർ. ചെറുപ്പക്കാരും കൃഷിയിലേക്ക് പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ചെറുപ്പക്കാരെ കൃഷിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനെ ഒരു വൈറ്റ് കോളർ ജോബാക്കി മാറ്റണം. അപ്പം ഇങ്ങനെ ഒരു ഫാം എംപവർമെൻറ്റ് ഫണ്ട് രൂപീകരിച്ച് ആ ഫണ്ടിൽ നിന്ന് നെല്ലിൻ്റെ സംഭരണ വില കൊടുക്കാൻ വേണ്ടി വരികയാണെങ്കിൽ അതിൽ നിന്ന് എടുക്കാം. അതുപോലെ തന്നെ അവരുടെ ലോൺ വെയ്വ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിൽ നിന്നെടുക്കാം. ഉത്സവ ബത്ത കൊടുക്കാൻ അതിൽ നിന്നെടുക്കാം. അങ്ങനെ ഒരു വളരെ ഫലപ്രദമായിട്ട് കാർഷിക മേഖലയെ സഹായിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫാം എംപവർമെൻറ്റ് ഫണ്ട് രൂപീകരിക്കണം എന്നതാണ് എൻ്റെ അടുത്ത നിർദ്ദേശം. ഇനി വേറൊരു നിർദ്ദേശവും കൂടി ഫാമുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ കാർബൺ ടാക്സ് നമുക്ക് ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള സംസ്ഥാനങ്ങൾക്ക് അവർ കാർബൺ പ്രൊഡക്ഷൻ കുറവായിരിക്കും പോകാൻ. അതായത് COP27-ഉം COP28-ഉം ഒക്കെ അതായത് കാലാവസ്ഥ മീറ്റുകൾ ആവശ്യപ്പെടുന്നത് 1800-ലെ 1.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മുടെ ഭൂമിയുടെ താപനില അന്തരീക്ഷ താപനില നിലനിർത്തണമെന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി പുറകോട്ട് പോകണം. ഇപ്പോൾ നമുക്കറിയാം എന്തൊരു രൂക്ഷമായ ഉഷ്ണമാണ് കേരളത്തിൽ ഇന്ത്യയിൽ ആകെ ഉഷ്ണതരംഗമായിരുന്നു. ഇന്ത്യ മുഴുവനും ഉഷ്ണതരംഗത്തിൽ തന്നെ പെട്ട് മരിച്ച നിരവധി പേരുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ആ അവസ്ഥ ശരിയല്ല. അതിന് നമുക്ക് കൂടുതൽ ഹരിതാപമായ അവസ്ഥകളൊക്കെ വേണം. അങ്ങനെയാകുമ്പോൾ കൂടുതൽ വനമേഖല ആകെയുള്ള ഇന്ത്യൻ ഫോറസ്ട്രിയുടെ കൂടുതൽ പെർസെൻറ്റേജുള്ള സംസ്ഥാനങ്ങൾക്ക് കാർബൺ ക്രെഡിറ്റ് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ആ വകയിൽ കുറേ പണം കിട്ടും. അത് മാത്രവുമല്ല, കാർബൺ ക്രെഡിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വനനശീകരണം കുറയ്ക്കാനായിട്ട് സംസ്ഥാനങ്ങൾ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഈ COP ഒക്കെ ഞങ്ങളിപ്പോൾ ഉടനെ നേരെയാക്കാമെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ പറയുന്നത്. പക്ഷേ ഈ രാജ്യത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള യാതൊരു ശ്രമവും ആരും നടത്താറില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന രീതിയിൽ കാർബൺ ക്രെഡിറ്റ് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം നേരത്തെ തന്നെ ഈ നിർദ്ദേശങ്ങളൊക്കെ നിലനിൽക്കുന്നതാണ്. ഞാനതിപ്പോൾ ഒന്ന് റേസ് ചെയ്തു ഒന്നോടെ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ മറ്റൊന്ന് മനുഷ്യ വന്യമൃഗ സംഘർഷം. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് മനുഷ്യ വന്യമൃഗ പ്രതിസന്ധി, സംഘർഷം തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന രീതി. അപ്പോൾ അതിനെന്താണ് മാർഗം? ഒരുപാട് മാർഗങ്ങളുണ്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്ട്രിയിൽ ശാസ്ത്രീയ ജ്ഞാനമുള്ളവരും ഒക്കെ ആലോചിച്ചാൽ കണ്ടെത്താവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ജലമില്ലാതിരിക്കുമ്പോഴാണ് നാട്ടുപ്രദേശത്തേക്ക് വരുന്നത്. ഉദാഹരണത്തിന് മുത്തങ്ങ എന്നൊരു സ്ഥലം വയനാട് ജില്ലയിലുണ്ടല്ലോ. മുത്തങ്ങയുടെ പ്രസക്തി എന്താണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ എലിഫന്റ് പാസ് മുത്തങ്ങ വഴിയാണ് മുത്തങ്ങയിലാണ്. അതാണ് ഏഷ്യയിലെ എലിഫന്റ് പാസ് എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിൻ്റെ അങ്ങേ അറ്റം മുതൽ ഈ മുത്തങ്ങ വഴി നൂൽപ്പുഴ, മുത്തങ്ങയുടെ അടുത്തോടെ കടന്നു പോകുന്ന ഒരു പഞ്ചായത്താണ് നൂൽപ്പുഴ. ആ നൂൽപ്പുഴ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന എപ്പോഴും ജലസമൃദ്ധമായ ഒരു കാട്ടരുവിയാണ് നൂൽപ്പുഴ എന്ന് പറയുന്നത്. ആ നൂൽപ്പുഴയിലെ വെള്ളം ഒരിക്കലും വറ്റില്ല. ആ നൂൽപ്പുഴയിലെ വെള്ളം കുടിക്കാൻ ആനകൾ പശ്ചിമഘട്ടത്തിൻ്റെ അങ്ങേ തലക്കിൽ നിന്ന് ഇങ്ങേ തല വരെ നൂൽപ്പുഴ വരെ യാത്ര ചെയ്യുന്നു. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ ആവാസ വ്യവസ്ഥ നശിപ്പിച്ചത് മനുഷ്യരാണ്. കുടിയേറ്റവും കയ്യേറ്റവും മോഷണവും ഒക്കെയായിട്ട് മനുഷ്യരാണ് ഈ ആവാസ വ്യവസ്ഥിതി നശിപ്പിച്ചത്. അതുകൊണ്ട് അവർക്ക് ആ വനത്തിൻ്റെ ആവാസ വ്യവസ്ഥ മഞ്ഞക്കൊന്നയാണോ വെട്ടിമാറ്റുക, മറ്റെന്ത് തന്നെ യുക്കാലിയാണോ വെട്ടിമാറ്റുക, അതായത് സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന ചെടികളും എല്ലാം കളഞ്ഞ് ജലസാന്നിധ്യം ഉറപ്പുവരുത്തുന്ന വാട്ടർ ഹാർവെസ്റ്റിംഗ്, മഴവെള്ള കൊയ്ത്ത് നടത്താൻ സൗകര്യപ്രദമായ രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ്. എന്ത് കൺസ്ട്രക്ഷൻസാണ്? വളരെ ഷാലോ ആയിട്ടുള്ള, അതായത് ഒട്ടും
ആഴമില്ലാത്ത കുളങ്ങൾ പോലെ, വലിയ തടാകങ്ങൾ പോലെയുള്ളത്, വിസ്തൃതമായ തടാകങ്ങൾ കുഴിക്കുക. എന്തിനാണ് ശാലമായിരിക്കണം എന്ന് പറയുന്നത്? അധികം ആഴത്തിലായി കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾക്ക് ഇറങ്ങിപ്പോയി വെള്ളം കുടിച്ച് കയറിപ്പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശാലമായിട്ട് വിസ്തൃതമായി, ആ വിസ്തൃതമായ തടാകങ്ങൾക്ക് ചുറ്റും അവയ്ക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിന് സൗകര്യപ്രദം, ഉദാഹരണം ആന, വാഴ, അതുപോലെ തന്നെ ചക്ക, അങ്ങ് ഏത് തരത്തിലുള്ള നമ്മൾ ജീവിതത്തിൽ കാണുന്ന എന്ത് തരത്തിലുള്ള വിഷമയമല്ലാത്ത വസ്തുക്കളും മൃഗങ്ങളും, പിന്നെ ആനയും ഒക്കെ എല്ലാ തരം മൃഗങ്ങളും കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ട് പരിപാലിക്കുക. അതിനെന്ത് ചെയ്യണം? ഞാൻ നിർമ്മല സീതാരാമനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ, അതായത് കേന്ദ്ര ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന, കേന്ദ്ര ഗവൺമെൻറ് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല കൊടുക്കുന്നത്, അതും ജനങ്ങളിൽ നിന്ന് എടുക്കുന്ന നികുതി പണം കൊണ്ട് തന്നെയാണ് കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ഇത്തരം ചെലവുകൾ വഹിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ് തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുക്കുന്ന പണം എത്രയാണ്? 90%. 100 രൂപ ചിലവാകുമ്പോൾ 90 രൂപ കേന്ദ്രം കൊടുക്കുന്നു, 10 രൂപ മാത്രമാണ് സംസ്ഥാനം എടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേന്ദ്രം വഴിയായിട്ട് ചെലവഴിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ ആ ചെലവ്. അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് ചെയ്യിക്കുന്ന ജോലി ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും ചെയ്യുന്ന എന്താണ്? വെറുതെ റോഡ് കളയ്ക്കുക, അതുമല്ലെന്നുണ്ടെങ്കിൽ പണക്കാരൻ്റെ പറമ്പ് കളിക്കുക. ദരിദ്രന് പറമ്പില്ലല്ലോ, അതുകൊണ്ട് പണക്കാരൻ്റെ പറമ്പ് കളിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. എന്നിട്ട് കേന്ദ്ര സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്. ആ അവസ്ഥ അത് ദുരവസ്ഥയാണ്. ആ അവസ്ഥ മാറണം. അത് മാറിയിട്ട് അത്തരം തൊഴിലാളികളെ കൊണ്ട് ഇത്തരം കർമ്മങ്ങൾ ചെയ്യിക്കുക. അതായത് കാട്ടിൽ തന്നെ ഒരു വന്യമൃഗങ്ങൾക്ക് യോജ്യമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനുള്ള പണികൾ ചെയ്യുക. അതുപോലെ നമുക്കറിയാം, കെനിയ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ എന്താ പറയുക, പിന്നെ തേനീച്ച വളർത്തിക്കൊണ്ട് ആനയെ പ്രതിരോധിക്കുക, ആന പോലെയുള്ള മൃഗങ്ങളെ. അപ്പോൾ അങ്ങനെ ഏത് തരത്തിലുള്ള മാർഗമാണോ കാട്ടു മൃഗങ്ങൾക്ക് അവരുടെ വ്യവസ്ഥ തിരിച്ചു കൊടുക്കാൻ തക്ക രീതിയിലാക്കാൻ പറ്റുക, അതിനു വേണ്ടിയിട്ട് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിച്ച് ചെയ്യണമെന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്ന വേറൊരു നിർദ്ദേശം. മറ്റൊന്ന് വളരെ പ്രധാനമായിട്ട് തന്നെ ഞാൻ അടിവരയിട്ട് കൊടുത്തിരിക്കുന്ന മറ്റൊന്ന്, ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ എടുക്കുമ്പോൾ അതിൻ്റെ 7% മാത്രമാണ് 60-ന് മുകളിൽ പ്രായമുള്ളവരെങ്കിൽ കേരളത്തിൽ അത് 17-18% വരും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കേരളത്തിൽ ജിറിയാട്രി, അതായത് വാർദ്ധക്യ സഹജമായവരെ നോക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങൾ, ആ ജിറിയാട്രി വിഭാഗം ശക്തിപ്പെടുത്തണം. അവരുടെ, അതായത് ഇപ്പോഴത്തെ നൂതനമായ കണ്ടുപിടുത്തങ്ങൾ അനുസരിച്ച് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഏജിങ് സ്റ്റഡി സെൻ്ററൊക്കെ നടത്തിയ കണ്ടുപിടുത്തങ്ങളൊക്കെ അനുസരിച്ച് ഏജിങ് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും. അതായത് യൗവനം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. എങ്ങനെയാണ് യൗവനം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? അതായത് പോഷക സമൃദ്ധമായ ആഹാരം ആവശ്യത്തിന് കഴിക്കാൻ ഉള്ള അവസരമുണ്ടാവുക, വ്യായാമം ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക, മാനസിക ഉല്ലാസത്തിനുള്ള അവസരം ഉണ്ടാവുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ, അതായത് 50-60 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യുന്നത് 65-70 വയസ്സ് വരെ ആയിക്കഴിഞ്ഞ് റിട്ടയർ ചെയ്താലും മതി എന്നുള്ള രീതിയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ വാർദ്ധക്യകാല പറയുക ജീവിതം സുഖകരമാക്കി കൊണ്ടുപോകാനുള്ള അവകാശങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് 60+ പോപ്പുലേഷൻ കൂടുതലുള്ള കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് അതിനനുസരിച്ചുള്ള എന്താ പറയുക ബജറ്റ് നീക്കിവയ്പ് ഉണ്ടാകണം. ഇതാണ് മറ്റൊരു നിർദ്ദേശമായിട്ട് ഞാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പിന്നെ വേറെയും കുറേ നിർദ്ദേശങ്ങളുണ്ട്, പക്ഷേ ഒരുപാട് സമയം എടുത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ.